സ്നേഹത്തിനും പ്രേമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃപ വേണപ്പ എന്നുള്ള പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Amen.
ദൈവം നമ്മളെ സഹായിച്ചാൽ അവൻ മുഴുകാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലത്ത് വചന ശുശ്രൂഷയത്തിന് പറ്റിയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്ക് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. 15 മണിക്കൂർ കണ്ടെത്തിയാണ് ലോകം മാറ്റപ്പെട്ടപ്പോ അനേക രോഗികളെ ദുഃഖത്തിലായ സമാധാനമില്ല, സന്തോഷമില്ലാതെ ദുഃഖത്തിന് ഉപന്യാസത്തിലായിരിക്കുന്ന സമാധാന സന്തോഷത്തിൽ ആരോഗ്യത്തിൽ ബലത്തോടെ ആയുസോടെ കർത്താവ് ഈ ഒരു രാത്രികാലം കൂടി കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ അവൻ കൃപക്കാരൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് ഞങ്ങൾ നിന്നതല്ല കർത്താവ് നിർത്തുന്ന അവൻ കൃപക്കാരൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ പോലെ എത്രയോ സംസൃഷ്ടികളോട് മാറ്റപ്പെട്ടപ്പോ കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു വീട് കൂടി കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ ഉയർത്തുവാൻ അവിടുന്ന് ആയുസ് ആരോഗ്യം ബലോ അവിടുന്ന് ദീർഘായുസ് തന്ന് കർത്താവെ ആമേ കൂട്ടുകാരി പരമായി ഓരോ ദിവസവും കർത്താവ് നാനതലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അവൻ കൃപക്കാരൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഈ രാത്രികാല സ്നേഹത്തിൽ പ്രയർ ഫാമിലി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് കുടുംബമായി എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് വിദേശത്ത് സ്വദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് രാത്രികാല അങ്ങയുടെ പാതപുരത്തിലേക്ക് അടുത്തുവരെയാണ് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആമേ രാത്രികാലത്തെ ലൈവ് ഏറ്റവും വീട്ടിലും കർത്താവെ സഹായിക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശക്തിയെ ബലപ്പെടുത്തണമേ എന്ന് കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷ അത് അനേക കാര്യങ്ങൾ വിടുതലായി തീരുവാங்க താവേ, സന്തോഷമായി തീരുവാ, സമാധാനമായി തീരുവാங்க താ, വിടുതലായി തീരുവാங்க താ, അവിടെ ആക്കണമേ. വാസത്തോടെ പ്രാർത്ഥനയായി വെച്ച് വിടുതലായി തീരുക. അവർ ജീവിതത്തിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മറുപടി കാണുക. ഈ രാത്രികാലം കൃത്യമായി അവരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറ വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങളെ ഈ രാത്രികാലം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥി ബന്ധനമില്ലാത്ത വചനം അനേക ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാന്തരവാദമേ കൂടി സഹായിക്കണമേ. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ക്ഷണിച്ചുകൊണ്ട് ദിവസം സന്തോഷമുള്ളവർ ഹല്ലേലൂയ ആമേൻ. ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ആമേൻ പകലിൽ ദൈവം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. ശാപകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ആമേൻ ഇന്ന് പകലിൽ നമ്മളോട് കൂടെ ഇരുന്നല്ലോ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ നിറഞ്ഞ ലോകത്ത് ഹല്ലേലൂയ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് നമ്മെ ആമേൻ ജയത്തോടെ നടത്തിയല്ലോ. ആമേൻ ജയത്തിന്റെ പാട്ടുകൾ പാടുവാൻ ഹല്ലേലൂയ. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ കർത്താവിന്റെ കരം ആമേൻ അത് പിടിച്ചുയർത്തിയതോർത്താൽ മൗനമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പാട്ടുകാരൻ എഴുതി പാടിയ പാട്ടിനോട് ചേർന്ന് കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം നിന്ന് പാടിയത്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. പണത്തെക്കാൾ ഉപരി, പ്രതാപത്തെക്കാൾ ഉപരി, സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി ആമേൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു മനുഷ്യന് നിലനിൽപ്പാൻ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ ആമേൻ. എന്റെ കൃപ ആമേൻ നിനക്ക് മതി. ആമേൻ. കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ഇന്ന് രാത്രി ചില ബലഹീനതയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ രോഗാവസ്ഥയില്, നിന്റെ ബലഹീനമായ സാഹചര്യത്തില് ആമേൻ നിന്റെ ആമേൻ ഈ ദാരിദ്ര്യ, ഈ ഞെരുക്ക ആമേൻ ഈ അവസ്ഥയില് നിനക്ക് നിലനിൽപ്പാൻ ഉയരത്തിലെ കൃപയാണ് ആവശ്യം. ഇന്ന് രാത്രി കൃപമേൽ കൃപ പകരുന്നവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവവചന ആമേൻ ചിന്തയ്ക്കായി, ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 103:8 വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത ഇതാണ്: കർത്താവിൽ നിന്ന് പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിന്ന് പഠിക്കുക. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തെ ആമേൻ ആയിരുന്നപ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ആമേൻ, ഞാൻ സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കുവാനും ഞാൻ ദരിദ്രനായിട്ട് ആരുടെയും മോഷ്ടിക്കാതിരിക്കുവാനും അന്നുള്ളത് തന്ന് ആമേൻ നടത്തണമേ.
അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി അപ്രകാരം പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൽ ധനവാനായി ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായി, ദരിദ്രനായി ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായി, അതിന്റെ നടുക്ക് ആമേൻ ദൈവം നൽകുന്ന നന്മ അന്നന്ന് പെറുക്കി അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട് അവൻ ഹല്ലേലൂയ ആമേൻ അതിനെ ലംഘിക്കാതെ കണ്ട് പ്രകൃതി ഇന്നും ആമേൻ ജീവിക്കുന്ന ദൈവത്തെ ആമേൻ അതെ സേവിക്കുവാൻ ആമേൻ തയ്യാറാകുന്നത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ അതെ പ്രകൃതിയിൽ ആമേൻ അതെ പല ആമേൻ സംഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിലും ആമേൻ പ്രകൃതി ദൈവത്തിന്റെ വാക്കിനാൽ അതെ നിലനിൽക്കുകയാ. എന്നാൽ മനുഷ്യൻ അതെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ മൃഗത്തോളം അതപ്പതിച്ച് ആമേൻ തരം താണുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രകൃതി ദൈവത്തിന്റെ പ്രവൃത്തിയെ അതെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി അതെ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്ക എന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ ആമേൻ ദൈവജനത്തോട് പറയുകയുണ്ടായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന്, അതായത് കർത്താവിൽ നിന്ന് പഠിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ചിന്ത കർത്താവിൽ നിന്ന് പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. പഠിക്കുന്നവർക്ക് മാത്രമേ പഠിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം അധ്യയന വർഷം തുറന്നിരിക്കുകയാ. ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ആമേൻ വിദ്യാലയങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് ആമേൻ ലഭിക്കപ്പെട്ട മീഡിയയിലൂടെ ആമേൻ ടിവിയിലൂടെയും ആമേൻ മൊബൈലിലൂടെയും ആമേൻ അതെ ഇന്റർനെറ്റിലൂടെ ആമേൻ അതെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. എന്തിനാ പഠിപ്പിക്കുന്നത്? ആമേൻ അവർ ശാരീരികമായി വളരുന്നതോടൊപ്പം അവർ മാനസികമായി പക്വതയുള്ളവരായി എഴുതുവാനും വായിക്കുവാനും ആമേൻ സമ്പർക്കം മേഖലകളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാനും അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു സ്ഥാപിച്ച ദൈവസഭയിലെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ഏവരും പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി സങ്കീർത്തനങ്ങൾ 103:8 ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ ആമേൻ യഹോവയാം ദൈവത്തെ പോലെ ദീർഘക്ഷമയുള്ള മഹാദയയുള്ള കരുണയുള്ള കൃപയുള്ള ഒരു ദൈവത്തെ ഉലകത്തിൽ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായ ജനിച്ച യേശു കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആമേൻ. യഹോവയാം ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തുവാൻ ഉലകത്തിൽ ഇറങ്ങി വന്ന ഒരേ ഒരു ആമേൻ അതെ ആമേൻ മനുഷ്യ അവതാരമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തെ കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് ആമേൻ സങ്കീർത്തനങ്ങൾ 103:8 ആമേൻ ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: യഹോവ കരുണയുള്ളവനാ. ഇന്ന് രാത്രി കരുണാമയന്റെ കണ്ണ്, അഗ്നിജാലയ്ക്കൊത്ത കണ്ണ്, ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുവാൻ കരുത്തുള്ള കണ്ണ്. ആമേൻ. ഏത് ഇരുളിന്റെ മറവിൽ നീ ആയിരിക്കുന്നുവെങ്കിലും, ഏത് മരണ നിഴലിന്റെ താഴ്വരയിൽ ആയിരിക്കുന്നുവെങ്കിലും, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കണ്ണ് നിന്നെ കാണുന്നെങ്കിൽ പത്മോസിന്റെ അനുഭവം ആമേൻ ഏകാന്തതയുടെ അനുഭവം ആമേൻ സ്വർഗ്ഗ തുല്യമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട ആമേൻ അതേ കണ്ണ് ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുവാൻ കരുത്തുള്ള കണ്ണ. പ്രൈസ് ദി ലോർഡ്. അവൻ കൃപയുള്ളവനാ. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ആമേൻ നിന്നോട് കൃപ കാണിക്കുവാൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപ
കൃപ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തിയുള്ളവനാ, അവൻ കൃപ നിറഞ്ഞവനാ. ഹല്ലേലൂയ. മാത്രമല്ല സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കാരണം അവൻ കരുണയുള്ളവനും അവൻ കൃപയുള്ളവനും അവൻ ദീർഘക്ഷമയുള്ളവനുമാ. അവൻ നീ തകർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാ, ദൈവത്തിന്റെ കൃപ കൊണ്ടാ, ദൈവത്തിന്റെ ദീർഘക്ഷമ കൊണ്ടാ. മാത്രമല്ല ഭക്തൻ പറയുന്നു, അവൻ മഹാദയുള്ള ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോട് ദയ കാണിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ടവർ, ആമേൻ, നിന്നോട് കരുണ കാണിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ടവർ, ആമേൻ, നിന്നോട് ക്ഷമിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ടവർ നിന്നോട് ക്ഷമിക്കാതെ ആമേൻ നീ തകരുന്നത് കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ അത്തിനാലക്കത്ത കണ്ണുള്ളവന്റെ കണ്ണ് ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുന്ന കണ്ണായി, കൃപ കാണിക്കുന്ന കണ്ണായി, ദീർഘക്ഷമയുള്ള കണ്ണായി, മഹാദയ കാണിക്കുന്ന കണ്ണായി വെളിപ്പെട്ടു വരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, കർത്താവ് കരുണയും കൃപയുമുള്ളവൻ. ഹല്ലേലൂയ. കോപത്തിന് താമസമുള്ളവൻ. ഹല്ലേലൂയ. അതേ, കോപത്തിന് മന്ദഗതിയുള്ളവനും. ഹല്ലേലൂയ. കരുണയിൽ സമൃദ്ധിയുള്ളവനുമാ. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 34:6 വായിക്കുന്നത് ഇപ്രകാരമാ, യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, ആമേൻ, യഹോവയായ ദൈവം കരുണയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുള്ളവൻ. ഹല്ലേലൂയ. നിന്റെ കൂടെ താമസിക്കുന്ന ഭാര്യ നിന്നോട് അവിശ്വസ്തത കാണിച്ചേക്കാം, നിന്റെ കൂടെ കഴിയുന്ന നിന്റെ ഭർത്താവ് അവിശ്വസ്തത കാണിച്ചേക്കാം, നിങ്ങൾക്കുണ്ടായ ആദ്യ മക്കൾ ആമേൻ അവിശ്വസ്തത കാട്ടിയേക്കാം, നിങ്ങളോട് വിശ്വസ്തത പുലർത്തേണ്ട പലരും അവിശ്വസ്തത കാണിക്കാം. എന്നാൽ ഇന്ന് രാത്രി മോശ അതെ വെളിപ്പെടുത്തുന്ന ദൈവം ആമേൻ അതെ അവൻ കരുണയുള്ളവൻ, അവൻ കൃപ നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവനും മാത്രമല്ല അവൻ വിശ്വസ്തതയുള്ളവനുമാ. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. നീ കേട്ട വാഗ്ദത്തത്തെ പൂർത്തീകരിപ്പാൻ ശക്തനായവന്റെ വിശ്വസ്തത ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇനിയും വെളിപ്പെടുത്തി നിന്നെ മാനിപ്പാൻ ശക്തനായവനാ. നീ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീ എത്താതിരിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ പിന്തുടരുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ സിംഹത്തിനോ കരടിക്കോ പേമാരിക്കോ ആ തട്ടകസിക്കുന്ന തിരമാലകൾക്കോ ആമേൻ ചീറി അടുക്കുന്ന ആമേൻ ഈശാന മൂലമാകുന്ന കാറ്റുകൾക്കോ നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ മുമ്പോട്ട് നടത്തുവാൻ വിശ്വസ്തനായ ദൈവത്തിന്റെ കരുണയുള്ള കണ്ണ്, കൃപ, ഹല്ലേലൂയ, ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നിന്നോടുള്ള അവന്റെ വിശ്വസ്തതയ്ക്കായി, നിന്റെ തലമുറയോടുള്ള വിശ്വസ്തതയ്ക്കായി, നിന്റെ ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ആമേൻ. ഹല്ലേലൂയ. അതെ, നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ എന്ന് ആമേൻ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ, ഒന്ന് വെളിപ്പെടുത്തണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ക്ഷമിക്കപ്പെടേണ്ട ചില മേഖലകളെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് കാട്ടിത്തരുമ്പോൾ ആമേൻ ദൈവം മുമ്പാകെ ആ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ആമേൻ ക്ഷമയുടെ ദാതാവായ കർത്താവ് അത് ക്ഷമിച്ച് ആമേൻ അനുഗ്രഹം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ദേശത്തിന്മേൽ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. പ്രേക്ഷല്ലോ, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ കൃപയുണ്ട്, അഭിഷേകമുണ്ട്, സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അനുസരിപ്പാൻ മനസ്സില്ലാത്ത ആമേൻ ഒരു കൂട്ടം ജനം അന്ന് ഉണ്ടായിരുന്നത് പോലെ ഇന്നും ഉണ്ട്. ആമേൻ ഇന്ന് ആമേൻ ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ഇരുന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന ശ്രോതാവേ, താങ്കൾക്ക് അനുസരിക്കാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. ആമേൻ. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ആമേൻ ദുശാഠ്യം കാണിച്ച് തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും
കരുണയും ദീർഘക്ഷമയും ആമേൻ ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്നെ കൈവിടാതെ ചേർത്തി അതേ മാർവോട് അണയ്ക്കുന്ന കരുണാമയന്റെ ആ കരുണയുള്ള ആദരവ് സ്നേഹം, അതെ അവൻ നിന്നോട് ക്ഷമിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ക്രമക്കേടിലേക്ക് അകന്നു പോയ നീ തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും അത് വിടുവിച്ച് സുരക്ഷിതമാക്കി നിന്നെ ഭൂമിയുടെ പരപ്പിൽ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. ആമേൻ. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും. ആമേൻ. അതെ, ക്ഷമിപ്പാൻ ഒരുക്കമുള്ള ഒരു ദൈവം. ആമേൻ. കൃപ കാണിക്കുവാൻ ഒരുക്കമുള്ള ഒരു ദൈവം. ആമേൻ. കരുണ കാണിക്കാൻ ഒരുക്കമുള്ള ഒരു ദൈവം. ദീർഘക്ഷമയുള്ള ഒരുക്കമുള്ള ഒരു ദൈവം. ആമേൻ. ദയാസമൃദ്ധിയുള്ള ഒരു ദൈവം. ഇന്ന് രാത്രി നിന്നെ കൈവിടാതെ കൈപിടിച്ച് ഉയർത്തുവാൻ ശക്തരായ ദൈവം. അവന്റെ സാന്നിധ്യത്തിനായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അതേ ദൈവവൈതലേ, അഭിഷക്തനെ, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, അതേ ക്രമം കെട്ട ലോകത്ത് അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അതേ നശിച്ചു പോകും, തീർന്നു പോകും. അവൻ ഇനി രക്ഷപ്പെടത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ദുഷ്ടപിശാച് നിന്റെ ഹൃദയത്തിനകത്ത് മന്ത്രിച്ച് നിന്നെ ഒരു മൂലയിൽ ഒതുക്കി കിടത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ആത്മാവിൽ അതെ എഴുന്നേറ്റ് പറ: ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഞാൻ തകർന്നു പോകാതിരിക്കുന്നത് എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ പ്രാപ്തിയല്ല, ദൈവത്തിന്റെ ദയയാകുന്നു. ഇന്ന് രാത്രി നീ പറ: അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവൻ നിന്നോട് ഒരിക്കൽ കൂടെ കരുണ കാണിക്കുവാൻ, കൃപ കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ മഹാദയാലുവായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ വചനത്തിലൂടെ നിന്നോട് അടുത്തു വരികയാണ്. ക്രിസ്തുവിൽ നിന്ന്, കർത്താവിൽ നിന്ന് ഇന്ന് പഠിക്കുവാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവി. പ്രൈസ് ദി ലോർഡ്. പുറമേ ഉള്ള ഭാഗ്യ പ്രകടനമല്ല, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി. ആമേൻ. നാണം മറയ്ക്കുവാൻ ആമേൻ ധരിക്കുന്ന വസ്ത്രം ആമേൻ കീറി. ആമേൻ. അല്ല പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളുടെ പുറമേ ആമേൻ അതെ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം അതെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമാപണം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ആമേൻ ഭാഗ്യ പ്രകടനങ്ങളെക്കാൾ ഉപരി ഹൃദയംഗമായി ഹല്ലേലൂയ ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറി അതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദമിക്കും. ആമേൻ. അതെ, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്ന യഹോവയാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയങ്ങളെ ഒന്ന് ആമേൻ അതെ കീറി ആമേൻ യഹോവയുടെ ആമേൻ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാമെങ്കിൽ അവൻ നിന്നോട് കൃപ കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ, ദീർഘക്ഷമയും മഹാദയവും ഉള്ള ദൈവമാകയാൽ അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദമിക്കും. അത് നിന്റെ തലമുറയ്ക്ക് വരുമെന്ന്, നിന്റെ കുടുംബത്തിൽ വരുമെന്ന്, നിന്റെ ജീവിത പങ്കാളിയിൽ വരുമെന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയ ആ അനർത്ഥത്തിനകത്ത് നിന്ന് അവരെ വിടുവിക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുവാൻ, അതേ കൃപ കാണിക്കുവാൻ, ദീർഘമായി ക്ഷമിക്കുവാൻ കഴിവുള്ളവനാകയാൽ ഇന്ന് രാത്രി വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറി ആമേൻ യഹോവയുടെ സന്നിധിയിലേക്ക് അടുത്തു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതേ അനുഗ്രഹിതവനായ ആമേൻ ഒരു സുവിശേഷ പ്രസംഗകനായ ഒരു അഭിഷക്തനെ കുറിച്ച് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അനുഗ്രഹിതനായ യോന എന്ന് പറയുന്ന അഭിഷക്തൻ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ടോടിയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദമിക്കുന്നവനെന്ന് ഞാൻ
ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. സുവിശേഷ പ്രസംഗകനായ ആമേൻ അക്കാലത്ത് ആമേൻ നിനവയുടെ ആമേൻ അത് വിടുതലിനു വേണ്ടി പ്രസംഗിച്ച മാനസാന്തര പ്രസംഗം നടത്തിയ യോന പറയുകയാണ്, ആമേൻ ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ടോടിയത്. കാരണം നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവവുമായി അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞു. ഇന്ന് രാത്രി ആ അറിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവൻ കൃപയുള്ള ദൈവമാ, അവൻ കരുണയുള്ള ദൈവമാ, അവൻ ദീർഘക്ഷമയുള്ള ദൈവമാ, അവൻ മഹാദയുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും ഭിത്തിക്കകത്ത് കണ്ണാടി കൂടിനകത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല യോന അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതേ ഭക്തനായ ദാവീദ് അറിഞ്ഞത്, അബ്രഹാം അറിഞ്ഞത്, ആമേൻ, ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരെല്ലാം അറിഞ്ഞ ദൈവം കരുണയുള്ളവനും കൃപയുള്ളവനും ദീർഘക്ഷമയുള്ളവനും മഹാദയുള്ളവനും അനന്തത്തെ കുറിച്ച് അനുതപിക്കുന്നവനുമാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ നീ ഒന്ന് കീറി ആമേൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാമെങ്കിൽ ആമേൻ നിശ്ചയമായും ആമേൻ കരുണാമയൻ ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കും, കൃപ പകരും, അഭിഷേകം ആമേൻ ഇന്ന് രാത്രി നിന്റെ മേൽ പകരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. രോഗ കിടക്കയിലായിരിക്കുന്ന നിന്നോട് കരുണ കാണിച്ച് നിന്നെ കൈപിടിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായവന്റെ വചനത്തിന്റെ ശക്തി എത്ര മൈലുകൾക്കപ്പുറത്ത് ആയിരുന്നാലും അവിടെ വെളിപ്പെടുത്തി നിന്നെ മാനിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നയുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരായി ചിഹ്നവരായി അതേ ആമേൻ പുരുഷാരത്തെ കണ്ടപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചു മാറിപ്പോയവനല്ല യേശു, അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ആമേൻ നിന്റെ അവസ്ഥ മനസ്സിലാക്കി, നിന്റെ അവസ്ഥ കണ്ട് നിന്നോട് മനസ്സലിയുവാൻ കരുണ കാണിക്കുവാൻ ആമേൻ നീ അനുദപിച്ചടുത്തു വന്നാൽ നിന്നെ സുഖപ്പെടുത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ഉലകത്തിൽ ആമേൻ ജനിച്ച യേശു പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും, അവൻ വന്ന് നിങ്ങൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, അവൻ നിങ്ങളെ ഉപദേശിക്കും. ഇന്ന് രാത്രി ഉപദേശകനായ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നിന്റെ അകത്ത് നിന്റെ ഭവനത്തില് അതേ ചലിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ചലനത്തിനനുസരിച്ച് നീ ചലിക്കുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ നീ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറും. ഹല്ലേലൂയ. മരണത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, പാതാളത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, രോഗത്തിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. രോഗം ശീലിച്ചവൻ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ പകരുന്ന ആത്മാവിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ആമേൻ കൃപമേൽ കൃപ പകരുന്നവൻ, ഇന്ന് രാത്രി കരുണ കാണിക്കുന്നവൻ, ദയയുള്ളവൻ, വിശ്വസ്തനായവൻ ഇന്ന് രാത്രി ആമേൻ നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവൻ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാ, സഹിഷ്ണുത കാണിച്ചവരെ ഞാൻ ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഭക്തനായ യോബിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ആമേൻ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന യാക്കോബ് അപ്പോസ്തലൻ ദൈവജനത്തിന്റെ അറിവിനു വേണ്ടി, അവരുടെ ആമേൻ നിലനിൽപ്പിനു വേണ്ടി, അവരുടെ ഉറപ്പിനു വേണ്ടി, അവരുടെ വിശ്വാസത്തിന്റെ വർധനവിനു വേണ്ടി എഴുതിയത് ഇങ്ങനെ, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ. ഹല്ലേലൂയ. ഭക്തനായി ജീവിച്ച യോബിന്റെ ജീവിതത്തിൽ ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ അതെ പിശാച് അവനെ തകർത്ത് കളയുവാൻ വാദിച്ചപ്പോൾ അല്പസമയത്തേക്ക് ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ അവന്റെ മക്കൾ നശിച്ചു, അവന്റെ സ്വത്തുക്കൾ നശിച്ചു, അവന്റെ ശരീരം പരുക്കളാൽ ബാധിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ സ്നേഹിതന്മാരെല്ലാം അവനെ പഴിക്കാൻ തുടങ്ങി. ആമേൻ ചേർന്ന് നിൽക്കേണ്ട ഭാര്യ പോലും അവനെ മനസ്സിലാക്കാതെ സംസാരിച്ചു തുടങ്ങി. എന്നിട്ടും ആമേൻ സഹിഷ്ണുതയോടെ ഹല്ലേലൂയ യോബ് ദൈവസന്നിധിയിൽ അതെ നിന്നതുകൊണ്ട് ആമേൻ കർത്താവ് വരുത്തി അവസാനം കണ്ടുപിടിക്കുന്നു. ആമേൻ അവൻ തകർന്നു പോയില്ല. എന്നാൽ അവന്റെ കൂടെയുള്ളവരും പലരും തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും
വിടുവിക്കുന്നവനായ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നല്ലൊരു അവസാനം ആമേൻ അതെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച അത് യോബിനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയത് എന്തിനാ സഹോദരങ്ങളെ? ഇന്ന് രാത്രി ചില കഷ്ടതകളിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില പീഡകളിലൂടെ കടന്നു പോകുന്ന താങ്കളുടെ അവസാനം നന്നായിരിക്കേണ്ടതിന് ഈ പിറുപിറുപ്പുള്ള ലോകത്ത് ആമേൻ കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും മഹാകരുണ കാണിക്കുന്ന മനസ്സലിയുന്ന ആ കർത്താവിനെ അനുഗമിക്കുവാൻ നീ മനസ്സ് വെച്ചാൽ ഈ കഷ്ടതയ്ക്കകത്ത് നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. ആ സാന്നിധ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യഹോവയിൽ നിന്ന് അനുദിനം പഠിക്കുന്നത് അവനെ പോലെ കൂടുതൽ കൂടുതൽ ആകുന്നതിന്റെ ആരംഭമാണ്. ആമേൻ. അതെ, സകലവിധ കൃപാവരങ്ങളും ജ്വലിച്ചു നിന്ന കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഹല്ലേലൂയ ആമേൻ അതെ ആ കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് ആമേൻ പ്രാപിച്ച് അതേ പ്രതിമയായി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി. ഹല്ലേലൂയ. അത് എല്ലാ വിശ്വാസികൾക്കും ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ദൈവമഹത്വം ദർശിക്കുവാൻ സാധിക്കും എന്നാണ് ആമേൻ നമുക്ക് ആമേൻ തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഒരു പ്രത്യേക ആത്മീക കാഴ്ചപ്പാട്, ആമേൻ, ആത്മീയ പ്രകാശനം അവർക്കുണ്ടെന്നാണ്. ആമേൻ. എന്നാൽ ഇതെല്ലാം ഒരു മങ്ങിയ കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:12. ആമേൻ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വലിയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആമേൻ. അത് ക്രിസ്തുവിങ്കിൽ നിന്ന് പഠിച്ച് ക്രിസ്തുവിനെ ആമേൻ അതെ ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപമായി കൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചിഷ്ടായുസ് ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. ആ വിധത്തിലല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പ്രാർത്ഥിക്കുക, സ്വന്തം ഇഷ്ടത്തിന് പ്രസംഗിക്കുക, സ്വന്തം ഇഷ്ടത്തിന് ആമേൻ പ്രവർത്തിക്കുക, ആമേൻ സ്വന്തം ഇഷ്ടത്തിന് ഉപവസിക്കുക, സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം മഹത്വത്തിന്, സ്വന്തം കാര്യം സാധ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഹല്ലേലൂയ വചനം പറയുന്നു ഹല്ലേലൂയ അതെല്ലാം എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരും. ആമേൻ. ഒരു പ്രതിഫലം മാത്രമേ പ്രതീക്ഷിക്കപ്പെടുകയുള്ളൂ. ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുമ്പോൾ നാം കാണാൻ പോകുന്ന മുഴുവൻ യാഥാർത്ഥ്യവും ഹല്ലേലൂയ ആമേൻ. എന്നാൽ ഇപ്പോൾ എല്ലാ വിശ്വാസികൾക്കും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് ലോകത്ത് എവിടെ നോക്കിയാലും വിശ്വാസികൾക്കെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുക? മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. എങ്ങനെയുള്ള മാറ്റമാണ്? രൂപാന്തരപ്പെടുന്നു എന്ന് ആമേൻ അതെ വിവർത്തനം ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ അതെ ആ ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം മാത്രമേ കാണുന്നേയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന് വേണ്ടി ആമേൻ അതെ രാപകലില്ലാതെ ഓടി കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരുന്ന അനേകര് ഇവിടെ നിന്ന് ആമേൻ അതെ അല്പകാലത്തേക്ക് ആമേൻ വിശ്രമത്തിനു വേണ്ടി മരണം എന്ന പ്രതിഭാസത്തിലൂടെ കടന്നുപോയി ആമേൻ അതെ രൂപാന്തരപ്പെടുവാൻ അവര് വിശ്രമ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നുവെന്ന് മത്തായി സുവിശേഷം 17:2 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 6 ദിവസം കഴിഞ്ഞ ശേഷം ആമേൻ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. നോക്കണമേ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ
33.5 തിരുവയസ്സ് വരെയേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആമേൻ നല്ല ഒരു അന്ത്യം ആമേൻ വചനത്തിന്റെ ആമേൻ അടിസ്ഥാനത്തിൽ അത് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനപ്രകാരം ആമേൻ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ നൊടിയിടയിൽ കണ്ണ് ആമേൻ ചിന്നുന്ന ഇടയിൽ ആമേൻ രൂപാന്തരം പ്രാപിക്കും. ഞാനും നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർ. ഹല്ലേലൂയ. അത് പുറമെ പ്രകടമാകുന്ന ഒരു ആന്തരിക മാറ്റം എന്നാണ് ഇത് വിവക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കാര്യത്തിൽ താൻ അകമേ എന്തായിരുന്നുവോ അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം പുറമെ പ്രകടനമായത്. ഹല്ലേലൂയ. അതെ, പ്രകടമായത്. ഹല്ലേലൂയ. അതെ, വിശ്വാസികളുടെ കാര്യത്തിലും ദൈവമക്കളുടെ കാര്യത്തിലും ഇത് രണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ നമ്മോട് അരുളി ചെയ്യുന്നു. ആമേൻ. ആദ്യം ആന്തരിക വ്യതിയാനം, പിന്നീട് പുറമെയും ആ മാറ്റം വെളിപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. ഇത് ക്രമേണ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അതെ, സങ്കീർത്തനക്കാരൻ അതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ. 84:7 അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ദൈവം വിശ്വാസികളെ കൂടുതൽ ക്രിസ്തുവിലേക്ക് ആമേൻ അടുപ്പിക്കുകയും ക്രിസ്തുവിനോട് അനുരൂപമാക്കുകയും ചെയ്യുന്ന ആമേൻ ഒരു പ്രതിഭാസം വെളിപ്പെടുകയാണ്. അവസാനം തന്റെ വരവിങ്കൽ എല്ലാവരും അവനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ അറിവുള്ളവർ, ഈ പ്രത്യാശയുള്ളവർ കരമടിച്ച് എന്നോട് ചേർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള ലോകത്ത് അവന്റെ സഭയുടെ അംഗമായി എന്നെയും നിങ്ങളെയും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിപ്പാൻ കരുണാമയനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തന്റെ കരുണയും തന്റെ കൃപയും തന്റെ മഹാദയയും വിശ്വസ്തതയും ഒക്കെ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹം ആമേൻ ലോകത്തിൽ അതേ പിതാവായ ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ: കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആമേൻ. അങ്ങനെ ആമേൻ തന്നെ നാമമാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവം മക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? പ്രത്യക്ഷമായിട്ടില്ല. ആമേൻ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ അറിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രക്രിയ ഇപ്പോൾ വളരെ ആമേൻ അതെ മന്ദഗതിയിലായിരിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വളരെ മെല്ലെയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സാവധാനത്തിലായിരിക്കാം. ആമേൻ. അത് നടക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഒരു വിശ്വാസിക്ക് തന്നെ പ്രയാസമുണ്ടാകാം. എന്നാൽ ഇത് എല്ലാം യഥാർത്ഥ ദൈവമക്കളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികളിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യഹോവയുടെ സ്വഭാവം അവന്റെ വചനത്താൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അവൻ കരുണയും കൃപയും, കോപത്തിന് സാവധാനതയും, കരുണയിൽ സമൃദ്ധിയുള്ളവനുമെന്ന് അതെ നാം പ്രാരംഭത്തിൽ വായിച്ച തിരുവഴുത്തിൽ അതെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇതെല്ലാം ദൈവത്തിന്റെ നല്ല
ധാർമ്മിക ഗുണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ സ്വഭാവം പഠിക്കുകയാണോ ആമേൻ എന്ന് ഒരു ചോദ്യം ആമേൻ നമ്മോട് തന്നെ ആമേൻ നാം ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം പരസ്പരം കരുണയും കൃപയും ഉള്ളവരാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ നാം ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുകയാണോ എന്നതാണ് ആമേൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മറുപടി നാം പരസ്പരം കരുണയും കൃപയും ഉള്ളവരാണോ എന്നൊരു ചോദ്യത്തിലേക്ക് ആമേൻ നാം എത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ പ്രകോപിതരാകുമ്പോൾ നാം കോപിക്കുവാൻ അതേ മന്ദഗതിയിലാണോ ആമേൻ അതോ നാം വളരെ വേഗത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആമേൻ നമുക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ, നമുക്കെതിരെ ആമേൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ആമേൻ നമ്മൾ മെല്ലെ അതിനെ പ്രതികരിക്കുമോ അതോ വേഗത്തിൽ പ്രതികരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കരുണയോ അനുകമ്പയോ ഉള്ളതാണോ? പ്രൈസ് ദി ലോർഡ്. അനേകം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മിൽ തന്നെ ദൈവത്തിന്റെ സ്വഭാവം വളർത്തിയെടുക്കുവാനും പ്രകടിപ്പിക്കുവാനും വേണ്ടി നാം സ്വയം ആമേൻ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇന്ന് രാത്രി ഈ വചന സന്ദേശത്തിനിടയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ആമേൻ ഹല്ലേലൂയ ആമേൻ അത് 25 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ഒന്ന് വായിച്ചാൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ 1-ാം അധ്യായം 22, 23, 24, 25 വാക്യങ്ങൾ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. ശ്രദ്ധിക്കണമേ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. എവിടെയെല്ലാം വചനം കേൾക്കാവോ അവിടെയെല്ലാം വചനം കേൾക്കും. ആമേൻ. എവിടെയെല്ലാം കൺവെൻഷൻ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ കൺവെൻഷൻ മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റ മാസയോഗം മുടക്കത്തില്ല. ആമേൻ. ഒറ്റ ഉണർവ് യോഗം മുടക്കത്തില്ല. ഒറ്റ ഓൾ നൈറ്റ് പ്രയർ മുടക്കത്തില്ല. ഹല്ലേലൂയ. എല്ലായിടത്തും ഓടിയെത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷേ വചനം പറയുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ആമേൻ. നീ ഒത്തിരി ആമേൻ കൺവെൻഷന് കൂടിയില്ലെങ്കിലും, ആമേൻ നീ ഒത്തിരി മാസയോഗം നടത്തിയില്ലെങ്കിലും, നീ ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിലും, ആമേൻ നീ വായിക്കുന്ന വചനം, നീ കേൾക്കുന്ന വചനം ഒന്നേ ഉള്ളെങ്കിലും ആമേൻ അത് ചെയ്യുന്നവരായി ആമേൻ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തത്തക്ക വിധത്തിൽ ഈ ക്രമീകരണം ചെയ്ത ആമേൻ സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ്. കാരണം ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ആമേൻ ഈ വചനം വിളിച്ചു പറയുന്ന ഞാൻ ഇത് ചെയ്യാതെ ഇതും പ്രകാരം ജീവിക്കാതെ ഞാൻ ആയാൽ ആമേൻ ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ആമേൻ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ കണ്ണാടി എന്ന ഒരു പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം എന്തിനാ കണ്ണാടി. ആമേൻ. ചെറുതും വലുതുമായ കണ്ണാടികൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ആമേൻ. അതെ, മുടി ഹെയർ കട്ടിങ് ചെയ്യുന്നിടത്ത് ചെന്നാൽ പുറകിലും മുമ്പിലും കണ്ണാടി വെച്ചിരിക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഈ പുറകിലും മുമ്പിലും കണ്ണാടി വെച്ചിരിക്കുന്നത്? നീ മുമ്പോട്ട് മാത്രം നോക്കിയാൽ മതി, നീ നോക്കുന്നിടത്ത് നിന്റെ പുറകിലെ അവസ്ഥ കൂടെ കാണാൻ പറ്റും. ആമേൻ. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ വചനത്തിലേക്ക് നോക്കിയാൽ ഇന്നലകളിൽ നിന്റെ ജീവിതം എന്തായിരുന്നുവെന്ന് നിനക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു, എങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരുന്ന
ഏക കണ്ണാടിയായ ഒരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ അത് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, വേദപുസ്തകം ഒരു കണ്ണാടിക്ക് സമമാണ്. ആമേൻ. അതെ, റോഡിലൂടെ ഓടുന്ന വാഹനത്തിന്റെ ഇരുപുറത്തും ഇരു സൈഡിലും അതെ മിറർ വെക്കാറുണ്ട്. എന്തിനാ? ആമേൻ. അതെ, പോകുന്ന വഴിക്ക് മുഖം സുന്ദരമാണോ എന്ന് നോക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അതെ, വാഹനത്തിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ എത്ര സ്പീഡിൽ വരുന്നുണ്ട്, എത്ര അടുത്തെത്തിയിട്ടുണ്ട്, അതെ സിഗ്നൽ കൊടുക്കാൻ സമയമായെങ്കിൽ പുറകെ വരുന്ന വാഹനത്തിന് സിഗ്നൽ കൊടുക്കണം. ഇതിനൊക്കെയാണ് സൈഡ് മിറർ വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ വലത്തോട്ടോ നീ ഇടത്തോട്ടോ തിരിയാതെ സ്ട്രെയിറ്റ് പോകാൻ നിനക്ക് നോക്കാനുള്ള ഏക പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. അതേ, കണ്ണാടി, വേദപുസ്തകം ഒരു കണ്ണാടിക്ക് സമമാണ്. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ നമ്മെ തന്നെ നോക്കി പരിശോധിച്ചാൽ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഒരു കണിയാനെ പോലെ, ഒരു പണിക്കനെ പോലെ, ഒരു ജ്യോതിഷനെ പോലെ, ഒരു കൃപാവര പ്രാപ്തനായ ഒരു പ്രവാചകൻ വന്ന് തലേ കൈവച്ച് നിന്റെ ഭൂതം ഭാവി വർത്തമാനം കേൾക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടമൊക്കെ നിലച്ച് ഇന്ന് വീട്ടിനകത്ത് ഇരുന്ന് മുട്ടയിലിരുന്ന് കരയുമ്പോ സ്വർഗത്തിലെ ദൈവം നിന്റെ ഭൂതം ഭാവി വർത്തമാനം അത് കാണിച്ചു തരുന്ന ഏക പുസ്തകം സത്യവേദ പുസ്തകമാ. ഇതിലോളം പ്രവചനം വേറെ ഒന്നുമില്ല. പ്രവചനം തുച്ഛീകരിക്കരുത്. അത് ശ്രേഷ്ഠ വരമാണ്. പ്രവചനം ഞാൻ അംഗീകരിക്കുന്നു. ദൈവം എനിക്ക് തരുന്ന അതേ പ്രവചനങ്ങൾ ഞാൻ പറയാറുണ്ട്. എന്നാൽ അതിന്റെ പുറകെ പോകുന്നവരായിട്ടല്ല. നിന്റെ ഭൂതം ഭാവി വർത്തമാനം വ്യക്തമായി നിനക്ക് കാണിച്ചു തരുന്ന സത്യവേദ പുസ്തകത്തെ നീ ആത്മാർത്ഥമായി കയ്യിലെടുത്ത് അതിന്റെ മുമ്പിൽ സമയം വേർതിരിച്ച് നീ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ ശ്രമിച്ചാൽ ആത്മാവ് അത് നിന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഈ അറിവ് അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. ആമേൻ. നമ്മൾ അത് ഉടൻ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവൃത്തിയിൽ വരുത്താതെ ദൈവവചനം കേൾക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായാൽ കൂടുതൽ കേൾക്കുന്നതിനാൽ കൂടുതൽ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. ആമേൻ. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറയുന്ന 4 തരം ആളുകൾ ദൈവവചനം കേൾക്കുവാനായിട്ട് അരുമനാഥന്റെ അടുക്കൽ വന്നത് ഒരു ഉപമയിലൂടെ തന്റെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുകയുണ്ടായി. മത്തായി സുവിശേഷം 13-ാം അധ്യായം 19-20 വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണീകനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും ഒരു വിവാദം മാത്രമേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ. ആമേൻ. യഹൂദന്മാർ ദൈവവചനം കേൾക്കുന്നതിലും മനപ്പാഠമാക്കുന്നതിലും വളരെ ഉത്സാഹമുള്ളവരായിരുന്നുവെന്ന് തിരുവചനം വളരെ ശക്തമായി എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് അനുസരിച്ച് അതേ പ്രവർത്തിക്കുന്നതിൽ ആമേൻ നമ്മിൽ മിക്കവരെ പോലെ ആമേൻ ഏറെ പിന്നലായിരുന്നു എന്ന് പറയുന്നതിൽ എന്തില്ല? അതിശോക്തിയില്ല. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളിത്തം വഹിക്കുന്ന നമ്മളിൽ പലരും ഇപ്രകാരമല്ലേ? പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ ദൈവവചനം കേൾക്കുന്നതിലും മനപ്പാഠമാക്കുന്നതിലും വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. ഇതുപോലെ PYPക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമെങ്കിലോ, എന്തെങ്കിലും ക്യാഷ് പ്രൈസ് കിട്ടുമെങ്കിലോ, എന്തെങ്കിലും അവാർഡ് കിട്ടുമെങ്കിലോ, അല്ലെങ്കിൽ ലൈക്കും കമന്റും കിട്ടുവാനുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടെന്ന് കേട്ടാൽ വചനം വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ തയ്യാറാകുന്ന ആളുകളുണ്ട്. എന്നാൽ നിത്യതയിലെത്താൻ വേണ്ടി സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്നിരിക്കുന്ന വചനത്തെ വളച്ചൊടിക്കാതെ അത് ആത്മാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള അനേകരുണ്ട്. കമാൻഡിങ് പവർ. ഞാൻ ആരാന്നറിയാമോ? ഞാൻ
പോട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടോണം. പ്രൈസ് ദി ലോർഡ്. എനിക്കത് ബാധകമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം നിങ്ങൾ കേട്ടോണം. എനിക്കത് ബാധകമല്ല. അങ്ങനെയുള്ള കൂട്ടർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്തിനാ? നമ്മൾ അങ്ങനെ ആയാൽ അവരിൽ ഒരാളായി പോകും. അങ്ങനെ ആകാതിരിപ്പാൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ച കരുണാമയനായ ദൈവത്തിന്റെ കരുണ ആ മനസ്സലിയുന്ന ആ ഹൃദയം ഇന്ന് രാത്രി നമ്മോട് കരുണ കാണിക്കുവാൻ മതിയായ അതെ ദൈവമാകിയാൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നത് പോലൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ എന്ത് ചെയ്യുന്നില്ലല്ലോ. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പലരും ഈ സത്യവേദ പുസ്തകത്തെ വീട്ടിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? പേടി വരുമ്പോ എടുത്തൊന്ന് നോക്കാൻ. പ്രൈസ് ദി ലോർഡ്. ചിലര് ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത് ഇത് വീട്ടിൽ വെച്ച അനുഗ്രഹമാണെന്ന് ആരോ പറഞ്ഞു കേട്ടു, അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നൊരു കൂട്ടരുണ്ട്, ഇതെന്തിനാണെന്നറിയാമോ? ഇപ്പോൾ ഇങ്ങനെ വാദോരാതെ ഈ പ്രസംഗിക്കുന്ന എന്നെ പോലെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ആ പുസ്തകം എടുത്ത് അതൊന്ന് നോക്കി അതിനകത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഇപ്പൊ പിടിച്ചപ്പോ കിട്ടിയതാണെന്ന് പറഞ്ഞ് എടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന കൂട്ടരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെയുണ്ട് ഈ കത്തി ഉണ്ടല്ലോ, മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി എന്ന് പറഞ്ഞതുപോലെ കുത്താനും വെട്ടാനും വേണ്ടി ഈ പുസ്തകം ഉപയോഗിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് നിങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 53-ാം വാക്യം. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് എന്ത് ചെയ്തിട്ടില്ല? പ്രമാണിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. ആത്മാവിനെ പ്രാപിച്ചവരാണ്, പ്രവചനം പ്രാപിച്ചവരാണ്, അന്യഭാഷ പ്രാപിച്ചവരാണ്, വ്യാഖ്യാനവരം പ്രാപിച്ചവരാണ്, വിവേചനവരം പ്രാപിച്ചവരാണ്. ഒക്കെ ശരിയാ, ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ആ പ്രാപിച്ചതുപോലെ ജീവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രസംഗിക്കാൻ കൃപ പ്രാപിച്ചെന്ന്. ഹല്ലേലൂയ. അന്യഭാഷ പറയാൻ കൃപ പ്രാപിച്ചെന്ന്. ഹല്ലേലൂയ. കൺവെൻഷൻ നടത്താനുള്ള വരം പ്രാപിച്ചെന്ന്. എല്ലാം ശരിയാ. പക്ഷേ ഹല്ലേലൂയ അതുപോലെ പ്രമാണിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 2-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: നീയോ യഹൂദനെന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ പ്രശംസിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞു. ഭേദാഭേദങ്ങൾ വിവേചിച്ചു. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നു എങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? പ്രൈസ് ദി ലോർഡ്. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച തകർപ്പം പ്രസംഗമാണ്. അന്യന്റെ മുതൽ എന്ത് ചെയ്യരുത്? എടുക്കരുത്. ആ പ്രസംഗിച്ച പുള്ളി റോഡേ കൂടെ നടന്നു വന്നപ്പോൾ ഒരു തേങ്ങ കിടക്കുന്നത് കണ്ടു. ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ എടുക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് സ്വത്രം പറഞ്ഞ് എടുത്തോണ്ട് പോകുന്ന വിശുദ്ധന്മാർ ഉള്ള ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ക്രമക്കേടുകൾ കാണിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ എഴുതിയത്, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? അതെ, തിയേറ്ററിൽ പോയി സിനിമ കാണരുത്. കള്ളുകുടിയന്മാരുടെ കൂടെ നടക്കരുത്. അതെ, ക്രമം കെട്ടവരുടെ കൂടെ നടക്കരുതെന്നൊക്കെ ഘോര ശബ്ദമുയർത്തി പ്രസംഗിക്കുന്ന സഹോദര സഹോദരി, കൂടെ
കൂടപ്പുറപ്പെ, ആരും അറിയാതെ AC റൂമിനകത്ത്, ദൈവം നൽകിയ വീടിനകത്ത്, ആമേൻ, 52 ആമേൻ 51 ഇഞ്ച് ആമേൻ അതെ LED LCD സ്ക്രീൻ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആമേൻ കുടിയന്മാരുടെയും ക്രമം കെട്ടവരുടെയും കൂത്തുകാഴ്ച കാണുന്ന താങ്കള്, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? പ്രൈസ് ദി ലോർഡ്. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ ദൈവജനത്തിന്റെ ക്രമക്കേട് കണ്ടിട്ട് ആത്മനിയോഗത്തോട് അഭിഷേകത്തിലൂടെ എഴുതിയ ആമേൻ അതെ ഉദ്ധരണികൾ ഇന്ന് രാത്രി മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ട് കമന്റ് ഇടുന്നവര്, ആമേൻ ഇത് ഷെയർ ചെയ്യുന്നവര്, ആമേൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര്, ആമേൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ അത് പ്രസംഗിക്കുവാൻ കൃപ നൽകിയ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഇന്ന് രാത്രി സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരാമെങ്കിൽ കരുണാമയൻ ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കും. ആമേൻ ആമേൻ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നിന്നോട് മനസ്സലിയും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ടതാണ്, സഭയിൽ അംഗമാണ്, സ്നാനപ്പെട്ടതാണ്, കുറെ കാലം ജീവിച്ചതാണ്, ഒക്കെ ശരിയാ. പക്ഷേ അന്ന് ഓടിയ താങ്കൾ ഇന്ന് ജീവിക്കുന്നത് കണ്ട് ഹല്ലേലൂയ അനേകരെ മൂക്കത്ത് വിരൽ വെക്കുന്നെങ്കിൽ ദൈവനാമം നിന്നിലൂടെ എന്ത് ചെയ്യും? ദുഷിക്കപ്പെടും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് തന്റെ വചനത്തെ അനുസരിക്കുന്നതിനാണ് യേശു പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരൊക്കെ ആകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ പ്രായാധിക്യത്തിൽ എത്തിയപ്പോൾ സത്യവേദ പുസ്തകം എടുത്ത് വായിക്കാൻ കണ്ണിന് കാഴ്ചക്കുറവായതുകൊണ്ട് LCD സ്ക്രീനിൽ വരുന്ന ആമേൻ പേക്കൂത്ത് കാണാൻ ആമേൻ നല്ല ഉഷാറും ആരോഗ്യമൊക്കെ തന്ന ദൈവത്തിന് സ്തോത്രം പറയുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആമേൻ. എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, അത്ഭുതം കാണിച്ചിട്ടുണ്ട്, അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പം എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഹല്ലേലൂയ ഹല്ലേലൂയ. നെറ്റ്വർക്കിൻ്റെതായ ചില പ്രോബ്ലം നേരിട്ടത് കൊണ്ട് ആമേൻ ക്ഷമിക്കുക. ആമേൻ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ആ സുദിനം അടുത്തുകൊണ്ടിരിക്കുക ദൈവമക്കളെ. കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാ. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സമയം ആഗതമായി കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ കണക്കുകൂട്ടുകളെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. പ്രൈസ് ദി ലോർഡ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ആമേൻ. പലരും വീണുകൊണ്ടിരിക്കുകയാ. വീഴാതിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നീ വീണ് പോകാൻ സാധ്യതയുള്ള ലോകത്തായിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ ആ കണ്ണ് കരുണയുള്ളതായി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി നിന്റെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറി യഹോവയുടെ സന്നിധിയിലേക്ക് നീ മടങ്ങി വരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ വ്യക്തമായോട് നിലവിളി കേട്ട് കരുണ കാണിച്ച കരുണാമയനായ കർത്താവ് നിന്റെ കഷ്ടത കണ്ട് ഇറങ്ങി വന്ന് നിന്റെ കരം പിടിച്ചുയർത്തി മാനിപ്പാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി വചനം പറയുമ്പോൾ എത്ര പേർ വിശ്വസിച്ച് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ
ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. നീ ഏത് മനുഷ്യനോട് തുല്യനുമാകാം. ഹല്ലേലൂയ. ആമേൻ. ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുമോ അതോ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനോട് തുല്യനാകുമോ? ഹല്ലേലൂയ. വൻമല ചൊരിഞ്ഞു, നദി പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. സഹോദര, നീ വീഴുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വീഴാതിരിക്കുവാൻ, നിന്നെ കരുണയോടെ അതെ ആദര സ്നേഹത്തോടെ സ്നേഹിക്കുവാൻ അതെ പ്രാപ്തിയുള്ള ദൈവപുത്രനായ ക്രിസ്തു ഇന്ന് രാത്രി താങ്കളെ ക്ഷണിക്കുകയാണ്, താങ്കളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവങ്കിലേക്ക് വരുവാൻ അതേ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഹൃദയം അവന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ? ഹല്ലേലൂയ. അത് വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർ പോലും ഹല്ലേലൂയ ദൈവവചനം പൂർണ്ണമായി അനുസരിക്കാത്തതിനാൽ നശിച്ചു പോകുവാനിടയാകും. ആമേൻ. ദൈവവചനം അനുശ്വാസിക്കുന്നത് ചെയ്യാതിരുന്നാൽ പലർക്കും കിട്ടേണ്ട പ്രതിഫലം നഷ്ടമാകുകയും ചെയ്യും. ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വൃഥാവാകും. ഹല്ലേലൂയ. ആമേൻ. അതെ, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ആ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുവാനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നത് നിമിത്തം ഭാഗ്യവാനാകും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, മോശയുടെ ന്യായപ്രമാണം ഒരു തരത്തിലുള്ള അടിമത്വമാണ് കൊണ്ടുവന്നതെങ്കിൽ ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. പലരും കുടുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാ, പലരും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ക്രിസ്തുവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ലോകത്തിന്റെ അറ്റത്തോളം മഹിമ കണ്ട സാക്ഷിയായി മാറുവാൻ ഉയരത്തിലെ ശക്തിയെ പകരുന്നവൻ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുമെന്ന് പറഞ്ഞവൻ, ഇന്ന് രാത്രി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുവാൻ മാനിപ്പാൻ ശക്തനായവന്റെ അഭിഷേകം ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ മേൽ, ഭയപ്പെട്ടിരിക്കുന്ന നിന്റെ മേൽ, രോഗിയായി കിടക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി കഷ്ടതയിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, രോഗ അനുഭവത്തിലായിരിക്കുന്ന നിന്നെ അത് ശക്തീകരിക്കുന്നതാണ്. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നുവെന്ന് റോമാലേഖനം 6:14 വായിക്കുന്നു. ആമേൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ആമേൻ. എന്നാൽ ഇപ്പോൾ അവർ ക്രിസ്തുവിന്റെ പ്രമാണത്തിൻ കീഴിൽ വന്നിരിക്കുന്നു. ആമേൻ. കൃപയുടെയും സ്നേഹത്തിന്റെയും പ്രമാണം. ആമേൻ. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെ ആയി. ആമേൻ. നോക്കണമേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ജീവിതം കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം അവന്റെ ജീവിതം ആമേൻ സമർപ്പിക്കപ്പെടുകയുണ്ടായി. ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് പാപം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ആമേൻ. കൊച്ചു കുട്ടികളെ പോലെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കുവാൻ അവന്റെ വചനം നമ്മെ ഇന്ന് രാത്രി ഉത്ബോധിപ്പിക്കുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ അവരുടെ പിതാവിനെ പോലെ പെരുമാറണം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിന്റെ ജീവിതം നമ്മിൽ ആമേൻ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ ആമേൻ ദൈവത്തെ പോലെ ആകുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്വഭാവം വളർത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുവഴി നമുക്ക് കരുണയും കൃപയും അതേ കോപത്തിന് ആമേൻ താമസവും
ഹല്ലേലൂയ അനുകമ്പയിലും സ്നേഹത്തിലും സമൃദ്ധിയായി തീരുവാനും കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനങ്ങളാൽ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പരാജയപ്പെട്ടവനായി ഹല്ലേലൂയ ഒതുങ്ങി കാണുവാൻ ദുഷ്ടപിശാചായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരു ജയാളിയായി കാണുവാൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിനെ അത് വിശ്വാസത്തിന്റെ നായകനായി പൂർത്തി വരുത്തുന്നവനായി കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ദൈവമേ, ഇന്ന് അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങേ കൂടുതലായി സ്നേഹിക്കുവാൻ, അങ്ങേ അടുത്തറിയുവാൻ ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി, ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കരുണയും കൃപയും ഹല്ലേലൂയ അത് സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത ആമേൻ കൂടുതൽ മൂല്യമുള്ളതാക്കി തീർക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ എന്നെ നടത്തുകയും നയിക്കുകയും ദീർഘക്ഷമയും ആ കരുണയും ആദരത സ്നേഹവും ആമേൻ അനേകരിലേക്ക് എത്തിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആമേൻ എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും നിറഞ്ഞതായ ലോകത്ത് ഇന്ന് രാത്രി വചനം കേട്ടവർ ക്രിസ്തുവിങ്കിൽ നിന്ന് പഠിച്ച് അതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവർ സൗഖ്യമാകട്ടെ. ഭാരത്തോടായിരിക്കുന്നവർ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേൻ അതെ നയിക്കുവാൻ ഉതകുന്ന പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗത്താൽ ആമേൻ ചലിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവരുടെ കൂടെ അങ്ങ് പങ്കാളിത്തം വഹിച്ച് അവരെ ജയത്തോട് നടത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വത്തിന്, സകല പൂഴ്ചയ്ക്കും, സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവം ആരെന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ആമേൻ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലരും ആമേൻ ഈ മാളത്തിൽ നിന്ന് പാമ്പ് ആമേൻ അതെ പുറത്തേക്ക് നോക്കുന്നത് പോലെ ആമേൻ നോക്കിയിട്ട് പോകുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുറെ പേര് ഇതെന്താണെന്ന് കാണാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. കുറെ പേര് ഇവന്റെ പരിപാടി എന്താണെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. ആമേൻ നിത്യതയിൽ നിന്നെ എത്തിക്കുന്ന നിർമ്മല വചനം കളങ്കം ഇല്ലാതെ തനിമ നഷ്ടപ്പെടാതെ ഉള്ളതുപോലെ പ്രസംഗിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ വേലക്കാക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി വ്യാപ്തിക്ക് വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ സോഷ്യൽ മീഡിയയിലൂടെ അതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് അനേകരിലേക്ക് എത്തിക്കുവാൻ എന്നോടൊപ്പം കൈത്താങ്ങലാകാൻ ചില പ്രിയപ്പെട്ടവരെ ദൈവം ആമേൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഞാനിതിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്, ആമേൻ ഇതിൻ്റെ ഡാറ്റ ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മായയാകുന്ന ലോകത്ത് അനേകർ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ഒരാത്മാവിനെ നേടുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം നൽകിയ സത്യ സുവിശേഷത്തെ പങ്കുവെക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അതിന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ആമേൻ ഷെയർ ചെയ്യുന്നവർക്കും ആമേൻ ഇതിന് ആമേൻ അതെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തുന്നവർക്കും ഡാറ്റ ക്രമീകരണം ചെയ്യുന്നവർക്കും എല്ലാം സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി പ്രതിഫലങ്ങൾ നൽകിത്തരും. ആമേൻ. ഭൂമിയിലുള്ള നിക്ഷേപത്തെക്കാൾ ഉയരത്തിലെ നിക്ഷേപം വലുതായിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിങ്കിൽ നിന്ന് പഠിക്കൂ, കർത്താവിൽ നിന്ന് പഠിക്കൂ. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ. ഈ വചനങ്ങളാ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക.
ഹല്ലേലൂയ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ ഇത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, കൂടപ്പുറപ്പിന്, മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആമേൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അശ്ലീലമായ ആമേൻ വീഡിയോ ക്ലിപ്പുകൾ ആമേൻ അതെ ക്ഷണിക്കാതെ കണ്ട് തന്നെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഓടി മറയുക. ആ മറയുന്ന കൂട്ടത്തിൽ ആമേൻ ഈ സന്ദേശം ആമേൻ അവരുടെ കണ്ണിൽ ഒന്ന് ഉടക്കിയാൽ, ഒരു പക്ഷേ അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതിനകത്തുള്ള പാട്ടായിരിക്കാം, ഇതിനകത്തൊരു വചനമായിരിക്കാം അവരെ നിത്യതയുടെ തുറമുഖത്ത് എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഇത് അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആമേൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 97447348 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. കൂടാതെ 9072903489 എന്ന നമ്പറിലും റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദിനം ഫാമിലി, ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും ആമേൻ നമുക്ക് ഒരുമിച്ച് ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.